ഈ ലൊക്കേഷൻ്റെ പേര് ചേപ്പിലോടെന്നാണ് കേട്ടോ. മുഹമ്മദ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. കുളിക്കുക തുണിയലൊക്കെ ചെയ്ത് വെറുതെ അടിവാച്ച് കൂട്ടണ്ട. അപ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്നത് കിട്ടില്ല ഒരു വീഡിയോ ആയിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ യാദൃശികമായിട്ട് നമ്മളൊരു ബൈക്ക് എടുക്കാനായിട്ട് പോയപ്പോൾ നമുക്കൊരു വഴി തെറ്റി. അങ്ങനെ ബൈക്ക് എടുക്കാൻ വന്ന ചേട്ടൻ നമുക്കൊരു ഷോർട്ട് കട്ടിൽ ഒരു വഴി കിട്ടിയെന്ന്. അപ്പോൾ അതുവഴി പോയപ്പോഴാണ് നമ്മൾ കിട്ടില്ല സീൻ കണ്ടത് കേട്ടോ. കാരണം നമുക്കിപ്പോൾ വരണ വഴി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളത് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതല്ല. അപ്പോൾ നമുക്ക് തിരിച്ച് പോകാൻ നേരത്ത് ആ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ഥലം വന്നിട്ട് എവിടെയാണ്? മുതുവള അതിൻ്റെ അകത്തോട്ടായിട്ടാണ്. നമുക്ക് എക്സാക്റ്റ് നമുക്ക് സ്ഥലം നമുക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മൾ ആ ലൊക്കേഷൻ പിടിച്ച് വന്നതാണ്. വന്നപ്പോഴാണ് ഈ കിട്ടില്ല സീനറി കേട്ടോ. സീനറി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. കാരണം നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സീനറി ഉള്ള സ്ഥലം ഇല്ലേ. ഒരു എങ്ങനെ നോക്കിയാലും നമ്മുടെ ഇങ്ങനത്തെ സ്ഥലത്ത് ഒരു സീനറി ഇല്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതൊരു എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇരുമ്പ് പാലം നിങ്ങളിപ്പോൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കേട്ടിട്ടുള്ള എന്തായാലും ഇഷ്ടംപോലെ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ കാണാനില്ല സംഭവം. ഇരുമ്പ് പാലം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ ഇതൊരു എന്ത് പറയാൻ കണ്ടിട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ പറ്റില്ല ഓരോ പാർട്സിലൊക്കെ ഇരുമ്പ് പാലം അങ്ങനത്തെ പരിപാടി നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട്. പക്ഷേ നമുക്ക് നമ്മളിത് കൂടെ ബൈക്ക് കയറ്റി പോയായിരുന്നു കേട്ടോ. പോയിട്ട് നമ്മൾ ബൈക്ക് നോക്കിയിട്ട് തിരിച്ചു പറഞ്ഞ വഴിക്കാണ് ഇത് എന്തായാലും ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായത്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് ഷോർട്സ് എടുക്കാം. അപ്പോൾ വെച്ച് വേണ്ട, ഇത് നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വ്ളോഗ് ഇങ്ങനെ എടുത്തിടാന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ കൂടെ ഞാനും മുഹമ്മദുമായിട്ടാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ആയിട്ട് ഇറങ്ങിയത്. കാരണം പ്രതീക്ഷിക്കാതെ വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊരു രക്ഷയില്ലല്ലോ. കാരണം നമ്മൾ എന്ന് പറയാൻ നമുക്കിപ്പോൾ നാച്ചുർ എന്ന് പറയുന്ന നേരത്ത് നമ്മൾ എത്ര കണ്ടാലും മതിയില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. കാരണം എന്തെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രകൃതി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് അതിൻ്റെ കൂടെ ബാക്കി പറയാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ പാലം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പാലം. നമുക്ക് സൈഡ് വ്യൂ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഐറ്റം ഇരുമ്പ് പാലം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു ചേട്ടൻ പോയപ്പോഴാണ് പറഞ്ഞത് ഈ പാലത്തിൻ്റെ പേരാണ് ചേപ്പിലോട്. അപ്പോൾ ഈ പാലത്തിൻ്റെ പേരാണ് ചേപ്പിലോട്, പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് വേറെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് റോഡ്. മൊത്തം പറ്റില്ല, ഇരുമ്പിലാണ് മൊത്തം സെറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷ്വൽ കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. അതാണ് ഇവിടുത്തെ വിഷ്വൽ. രണ്ട് സൈഡും അതേപോലെ തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴയൊക്കെ കുറച്ചുകൂടെ ആഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ ഇതിനും കാട്ടി നല്ല വെള്ളമായിരിക്കും കേട്ടോ. ഹലോ അതെ, പിന്നെ വൈകുന്നേരം സമയത്ത് ഒരു ഈവനിങ് സമയത്തൊക്കെ ഇറങ്ങണം. അതിൻ്റെ കറക്റ്റ് ആ ഒരു എന്തായാലും മുഹമ്മദ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈകിട്ട് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കിട്ടില്ല ഒരു അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് നാച്ചുറൽ, അതായത് പ്രകൃതി കുറച്ചുകൂടെ ആസ്വദിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു കിട്ടില്ല. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്ക് അറിയാമെന്ന്, ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാത്തേ ഉള്ളതെന്നാണ്. പുറത്തോട്ട് അറിയാൻ വഴിയില്ല, കാരണം ഇത് നല്ല ഉള്ളിലോട്ടാണ്. ഈ വഴി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വഴി, ഒരു എന്താ പറയുക, ഒരു ചെളി കൊണ്ട ടാറൊന്നും ഇടാത്ത ഒരു കൊച്ചു വഴി. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മാത്രം അറിയുന്നൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ വന്നത്. പക്ഷേ അതും നമ്മളും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തുന്നത്. കാരണം അത് നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്നത് നിങ്ങളും കുറച്ച് കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്നേ. അപ്പോൾ കുറച്ച് പേർക്ക് അറിയാമല്ലോ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന്. ചിലപ്പോൾ ഈ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് അടുത്തോട്ടുള്ള ആൾക്കാർക്കും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും ഇങ്ങനെ പാലമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ വെള്ളം വരുന്നത് എനിക്ക് അരിപ്പുറം പാലത്തിൽ നിന്നായിരിക്കും. കാരണം നമ്മൾ വടണ ഒരു പാലം കണ്ട് അരിപ്പുറം ബ്രിഡ്ജ്, അതുപോലെ ഇവിടെ 5-6 പാലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ഇതേപോലത്തെ പാലങ്ങൾ വേറെ കാണുമായിരിക്കും, ഈ ഇരുമ്പ് പാലം. പക്ഷേ നമുക്കതൊരു കിടിലൻ എക്സ്പീരിയൻസ്, നമുക്കത് അത്രയേ ഉള്ളൂ. എനിക്കിവിടെ ഇവിടുത്തെ ആൾക്കാരെ ഇവിടെ കുറച്ച് ഈ കുളിക്കാനും തുണി എഴുതാനൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെയൊക്കെ ഇതേപോലെ തുണിയൊക്കെ വിരിച്ചിട്ടിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ഇവിടെയും ഈ ആറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാർ കാണും. കാരണം ഇതിൻ്റെ അകത്തുകൊണ്ട് അങ്ങോട്ടൊക്കെ കുറച്ച് വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ആ സൈഡിൽ കൂടെ നമുക്ക് വഴിയുണ്ട്, അതിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇനി വല്ല വീടുകളുണ്ടാന്ന് ചോദിച്ചാൽ അത് അറിയത്തില്ല. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞ വഴി മൊത്തം റബ്ബറാണ് കേട്ടോ. അപ്പോൾ എനിക്കാണ് ഇവിടെ മൊത്തം ആൾക്കാർ ഈ റബ്ബർ കൃഷിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നത്. അത് മാത്രമല്ല പുറത്തൊക്കെ വേറെയൊക്കെ കാണും, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. കാണുന്നത് മൊത്തം റബ്ബറാണല്ലേ. ഇനിയിപ്പോൾ നമ്മളിത് പറഞ്ഞിട്ട് ഇവിടെ റബ്ബർ കൃഷി ചെയ്താണ് ആൾക്കാർ ജീവിക്കുന്നത്. പെട്ട് നമുക്ക് കരിപ്പള്ളത് വിളിക്കാതല്ലേ. അതെ, നമുക്ക് അറിയത്തില്ല. റബ്ബർ ത്രൂഔട്ട് മൊത്തം റബ്ബർ ഞാൻ നമ്മൾ കണ്ടത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. കാരണം ഇവിടുത്തെ വിഷ്വൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ആറ് പിന്നെ കുറച്ച് വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ കൂടെ, സൈഡ് വഴി കൂടെ. ഇനിയിപ്പോൾ അതിൽ കൂടെ ഒക്കെ ചെന്ന് കയറി ഇനി അവിടെ ആരെങ്കിലും വല്ല കുളിക്കുകയോ തുണിയലൊക്കെയോ ചെയ്ത് വെറുതെ അടിവാച്ച് കൂട്ടണ്ട, മോശം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന വഴി ആ സൈഡിലുള്ള കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം ഇവിടുത്തെ എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഓർമ്മയുണ്ട്. നമുക്ക് അറിഞ്ഞുവിടാം. അപ്പോൾ അത് നമ്മൾ
എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിവിടെ നിന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. എന്നിട്ട് മെയിൻ റോഡിൽ ചെന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. കാരണം അവിടെ നിന്നാണ് നമുക്ക് ടേൺ ചെയ്ത് വരാനുണ്ടല്ലോ. അപ്പോൾ ആ വഴി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഈ വിഷ്വൽ എടുക്കുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മളിത് പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പോണ വഴി എത്ര നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുന്ന വഴി ഇതാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന വഴി കുറച്ച് മാർക്കിങ്സ് കാണാം, അത് നോക്കി പോയാൽ മതി. കാരണം ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കിങ്സ് ഒന്ന് നോക്കി പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺ.